ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനയും രോഹിത്തും ശരണ്യരെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൃഷ്ണമോള് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ കൂട്ടാറിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം അലീന പറയുന്നുണ്ട്, ഞങ്ങൾ ശരണ്യരെ വീട്ടിൽ പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെല്ലാ പ്രശ്നം എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, പിന്നെ എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് പറയാൻ. അന്നേരം രോഹിത്ത് പറയാണ്, കുശുമ്പ്, വേറെന്താ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്നോടൊന്ന് ചോദിച്ചോ വരുന്നോന്ന്, ഞാൻ വരുമായിരുന്നില്ലേ നിങ്ങളെ കൂടെ, ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ കൃഷ്ണമോള് ചോദിക്കുകയാണ്, എന്താ അതിന് കഴിക്കാൻ വേണ്ടത്, ചായ വേണോ ജ്യൂസ് വേണോ ചോദിക്കുകയാണ്. അന്നേരം രോഹിത്ത് പറയണ എനിക്ക് ചായ. അപ്പോൾ അലീന പറയണ എനിക്ക് നാരങ്ങ വെള്ളം മതി പറയായിരുന്നു. അന്നേരം കൃഷ്ണമോള് പറഞ്ഞാൽ എനിക്ക് രണ്ടും കൂടി പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറ്റൂ എന്ന് പറയാൻ. അന്നേരം രോഹിത്ത് പറഞ്ഞാൽ എന്നാൽ നാരങ്ങ വെള്ളം. അന്നേരം അലീന പറഞ്ഞാൽ ചായ മതി. അന്നേരം കൃഷ്ണമോള് പറയണ എന്നാൽ ചായ അല്ല, ബബിതേച്ചി കുറച്ച് മുന്നിൽ ചായ ഇട്ട് വെച്ച് അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി എന്ന് പറയായിരുന്നു. പിന്നെ അലീനയുടെ കയ്യിലുള്ള കവറ് കണ്ടിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുന്നത്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ഇതൊരു വേറൊരു സംഭവം എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാം അകത്തേക്ക് പോകുക കേട്ടോ. അന്നേരം ബബിത എന്തിന് അലീന ചോദിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയാണ് അകത്തുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ബബിതയുടെ അടുത്തേക്ക് സംസാരിക്കാണ്ട് മെല്ലെ പതിഞ്ഞ് പോവാട്ടോ അലീന. ആ സമയത്ത് ബബിത ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കിൽ നിന്ന് അലീന ഇതാക്കിയിട്ടോ സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കി, വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അലീന പറയാണ്, ഒരാൾ പുറത്ത് നിന്ന് മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്, നീ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെ അധികമൊന്നും സംസാരിക്കാണ്ട് ബബിത ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനെന്താ പറയുന്നത് എനിക്കെന്ത് കേൾക്കാൻ വയ്യേ, ഞാൻ പോവാ എന്നാലും ഒക്കെ പറയാണ്. അങ്ങനെ ബബിത ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിൽക്കുക കേട്ടോ. അന്നേരം ബബിത തന്നെ ചോദിക്കുന്നുണ്ട്, എന്തായി പോയിട്ട്, നിങ്ങൾക്ക് അടിയൊന്നും തന്നില്ലേ അവിടെ നിന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, അടി വാങ്ങണമായിരുന്നോ, നിൻ്റെ ആഗ്രഹം അതായിരുന്നോ എന്നൊക്കെ പറയാണ്. അല്ല, സാധാരണ അങ്ങനെയാണല്ലോ, അടിമേടിച്ച് കൂട്ടാറാണല്ലോ പതിവ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അവരൊന്നും ഉണ്ടായിരുന്നില്ലേ, ശരണ്യരെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ, അവരൊന്നും ചെയ്തില്ലേ, ഞാൻ വിചാരിച്ചു 2 അടിയെങ്കിലും വെച്ച് തരുമെന്ന് വിചാരിച്ചെന്നാണ് പറഞ്ഞത് ബബിത. അങ്ങനെ ബബിത പറയാണ്, ഞാൻ ചായ ചൂടാക്കി തരാം, നിങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ബബിതയെ അലീന വിളിക്കുകയാണ്, ബബിതയെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കയ്യിലുണ്ടായ സാധനം ബബിതക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, ഇതെന്താണ്. അന്നേരം അലീന പറയാണ്, ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണെന്ന്. അങ്ങനെ ബബിത പറയാണ്, ഞാൻ തന്നതിന് തിരിച്ചു തന്നതാണോ എന്ന് പറഞ്ഞാൽ, അല്ല, എൻ്റെ ഇഷ്ടത്തിന്, ഇതുവരെ ഞാൻ നിനക്കൊന്നും വാങ്ങിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് തരികയാണെന്ന് പറയാണ്. അങ്ങനെ ബബിത അത് വാങ്ങുകയാണ്. വാങ്ങിയിട്ടത് വലിച്ചെറിയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നീ എന്താന്ന് തുറന്ന് പോലും നോക്കാത്തതെന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. ആ സമയത്ത് അലീനയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു വന്നിട്ട് ബബിതയുടെ റൂമിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ വലിച്ചെറിഞ്ഞ ഡ്രസ്സൊക്കെ നിവർത്തി നോക്കുക കേട്ടോ. നിവർത്തി നോക്കിയിട്ട് നല്ല സന്തോഷത്തോടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അലീനയും ബാലചന്ദ്രനെയാണ് കേട്ടോ. അലീന ബാലചന്ദ്രനെ മരുന്നെടുത്ത് വെക്കുന്ന സീനാട്ടോ പിന്നെ കാണിക്കുന്നത്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പോകേണ്ട സമയമായി എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ, ഇവിടെ എല്ലാവർക്കും നിന്നോട് ഇപ്പോൾ ഇഷ്ടമാണല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയണം, അതുകൊണ്ടല്ല, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറയാണ്. വൈജയന്തി പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അവൾ പറഞ്ഞ് കുടുംബം നയിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയാം കേട്ടോ. അങ്ങനെയല്ല അച്ഛാ, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ ഇനി ഈ കുടുംബം മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയാണ് അലീന. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അതൊന്നുമല്ല, ഇനി ഞാൻ പറയുന്നതനുസരിച്ച് വേണം ഇവിടെ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ വേണ്ടി. മക്കൾക്ക് അഭിപ്രായം പറയാം, പക്ഷേ തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കും. നിങ്ങളും മക്കൾ പറയുന്ന അഭിപ്രായം നല്ലതാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ഞാനാണല്ലോ കുടുംബനാഥൻ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഇവിടുത്തെ കുട്ടികളുടെ അമ്മ തിരിച്ചു വരുന്നതിനൊരു തടസ്സമായിട്ട് ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അത് ശരിയല്ല എന്ന് അലീന പറയാണ്. നീ പോയാൽ ശരിയാവുമോ ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുക കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് തലപോയേക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് പറയാണ് അലീന. അപ്പോൾ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചാണ് നിൻ്റെ പോക്ക് അല്ലേ
എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, എന്നെ മനസ്സിലാക്കണം അച്ഛൻ, എനിക്ക് ആരെ നാശവും നഷ്ടവും ഒന്നും കാണണം, എല്ലാവരും നന്നായി കണ്ടാൽ മാത്രം മതി എന്ന് അലീന പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കുടുംബം എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇത് എപ്പോഴേ പോയേനെ എന്ന് പറയാണ്. നീ പോയാൽ ചിലപ്പോൾ വൈജയന്തി തിരിച്ചു വന്നേക്കും, എന്നാൽ ഞാൻ ആ സമയത്ത് എൻ്റെ ആയുധം ഞാൻ പ്രയോഗിക്കും. അന്നേരം അലീന ചോദിക്കുകയാണ്, അതെന്താ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ഞാൻ എല്ലാം തുറന്നു പറയും. അന്നേരം അലീന പറയാണ്, അങ്ങനെയൊന്നും ചെയ്യരുത് വെച്ചാൽ ആരും ഇതൊന്നും അറിയരുതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, നീ ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാനെല്ലാം പറയും, നീ ആരാണെന്നും വൈജി ആരാണെന്നും എല്ലാം ഞാൻ എൻ്റെ മക്കളോടെല്ലാം പറയും എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഈ കുടുംബം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ആരും അറിയാൻ പാടില്ല, ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ല എന്ന് പറയാണ് അലീന. മാഡം പറയുന്നത് അച്ഛൻ അനുസരിക്കണമെന്നോ അച്ഛൻ പറയുന്നത് മാഡം അനുസരിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ കുടുംബം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഈ കുടുംബം രണ്ടായി പിളർന്നിട്ട് അതിലൊരു ഭാഗത്ത് പറ്റിക്കൂടെ എനിക്ക് പറ്റില്ല എന്നാണ് അലീന പറയുന്നത്. ഈ തകർച്ച എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം, എൻ്റെ തെറ്റുകൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ അറിഞ്ഞത്. ആരാണോ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചത് ആ ആൾ തന്നെ ആദ്യം അറിഞ്ഞു എന്നാണ് അലീന പറയുന്നത്. എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്, എത്ര ഞാനെല്ലാന്ന് അച്ഛൻ പറഞ്ഞാലും ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഉത്തരവാദി. മൂടി വെക്കേണ്ട കാര്യങ്ങളെല്ലാം മൂടി വെക്കണമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞു, ശരി എന്തെങ്കിലും ചെയ്യുമെന്ന് പറയായിരുന്നു. അപ്പോൾ നീ ഇവിടുന്ന് പോയാൽ എൻ്റെ മക്കളോട് ഞാൻ എന്തു പറയുമെന്ന് പറയായിരുന്നു. അച്ഛൻ സ്വന്തം മകളെ ഉപേക്ഷിച്ചു എന്നല്ലേ അവർ വിചാരിക്കുമെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, കൃഷ്ണമോൾക്ക് സത്യങ്ങളെല്ലാം അറിയാം ഞാൻ ആരാണെന്നുള്ളത്, ഇപ്പോൾ രോഹിത്തിനും അറിയാമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, രോഹിത്ത് എങ്ങനെ അറിഞ്ഞു എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, അത് എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അതെങ്ങനെ നീ പറയും, നീ പറഞ്ഞത് തെറ്റല്ലേ, ഞാനല്ലേ അവരോടെല്ലാം പറഞ്ഞത് എൻ്റെ മോളാണ്, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ മോളാണ്, പിന്നെ എങ്ങനെ നീ പറഞ്ഞു എൻ്റെ മോളല്ലാന്ന്, ഇപ്പം അവരുടെ മുമ്പിൽ ഞാനായി കള്ളനായില്ലേ എന്നൊക്കെ പറയാണ്. സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ടാട്ടോ ബാലചന്ദ്രൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് അലീനയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം പിന്നെയും അലീന പറയുന്നുണ്ട്, ദേഷ്യപ്പെടല്ലേ അച്ഛാ, ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, നീ എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറയാണ്, എൻ്റെ മുന്നിൽ ഇനി വരണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് അലീന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ബബിത റൂമിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. അന്നേരം അലീന കരയുന്നതായിട്ട് ബബിത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത അലീനയുടെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നേ, അച്ഛൻ വഴക്കെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, ഇല്ല ഞാൻ കരഞ്ഞില്ല, ആരാ കരഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞാൻ കണ്ണുപൂട്ടിയൊന്നുമല്ല, ഞാൻ കണ്ടു ചേച്ചി കരയുന്നത്, എന്തിനാ കരഞ്ഞതെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിത ദേഷ്യപ്പെട്ട് പറയണ്ട, എല്ലാം മനസ്സിലൊതുക്കി നിന്നാൽ മതി, ആരോടും ഷെയർ ചെയ്യണ്ട എന്ന് പറയാണ്. അങ്ങനെ അലീന സങ്കടത്തോടെ റൂമിലേക്ക് പോവാട്ടോ. അന്നേരം അവിടെ നിന്നിട്ട് ബബിത ആലോചിക്കുകയാണ് കേട്ടോ, അച്ഛൻ ചീത്ത വഴക്ക് പറഞ്ഞോ, അല്ലാതെ എന്തിനാ അലീന ചേച്ചി കരയുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളും രോഹിത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടത്തേക്ക് പോയിട്ട് ബബിത പറയുന്നുണ്ട്, അച്ഛൻ വഴക്ക് പറഞ്ഞാൽ തോന്നുന്നു, അലീന ചേച്ചി കരഞ്ഞുകൊണ്ടാണ് താഴോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, ബബിത ചേച്ചി കണ്ട അലീന ചേച്ചി കരയുന്നതെന്ന്, ഞാൻ ചോദിക്കുമ്പോൾ കരഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാണ്. എനിക്കെന്താ കണ്ണില്ലേ, ഞാൻ കണ്ടോ കരഞ്ഞത് എന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, ചേച്ചി ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞതല്ലേ, അത് അച്ഛനോട് പറഞ്ഞു കാണും, എന്നിട്ട് പോവാൻ വിട്ടില്ല, അന്നേരം വഴക്ക് പറഞ്ഞതായിരിക്കും എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയാണ്, അതൊരു ചാൻസ് അല്ലേ, പോകുന്നില്ലായിരിക്കും എന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, അലീന ചേച്ചി പറഞ്ഞതാണ്, ചേച്ചി എന്തായാലും പോകും എന്നൊക്കെ പറയാണ്. അന്നേരം
ബബിത പറയാണ് അച്ഛൻ്റെ മോളല്ലേ, അച്ഛൻ പറഞ്ഞാൽ അലീന ചേച്ചി കേൾക്കേണ്ടതല്ലേ, ബാക്കിയുള്ളവരോടെല്ലാം പറയാറുണ്ടല്ലോ ബഹുമാനം കാണിക്കണം, പറഞ്ഞതനുസരിക്കണം എന്നൊക്കെ, ചേച്ചിക്ക് അത് ബാധകമല്ലേ എന്നൊക്കെ പറയാണ്. അന്നേരം രോഹിത് പറയാണ് അച്ഛൻ്റെ മോളെ അല്ലെങ്കിലോ, അച്ഛൻ്റെ മോളാണെങ്കിലല്ലേ പറഞ്ഞാൽ അനുസരിക്കണ്ടു, ചേച്ചി അച്ഛൻ്റെ മോളല്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ബബിത ആശ്ചര്യത്തോടെ നോക്കുകയാണ് കേട്ടോ, അച്ഛൻ്റെ മോളല്ലേ ചോദിക്കും.